കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാട്ട് കല്യാണപ്പന്തൽ, ഞാനിതിന് സപ്പോർട്ടല്ല, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ആ ക്ലിപ്പ് പുതിയാപ്പിളിയും പുതിനാട്ടി പിറ്റേ സാരികൾ ഇപ്പൊ കാണാം അല്ലേ. ഇത് പറയുമ്പോ നമ്മളിങ്ങനെ കുതിര കയറുന്ന ആളുകളുണ്ടാവും. എന്നാലും അത് പ്രചരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ കുടുംബം, നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കയറാൻ പറ്റുമോ? എവിടെയെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ പോകാൻ പറ്റുമോ? ആ ഒരു പ്രിയങ്കരനായ ഉസ്താദിനൊരു ഒരു സ്ഥലത്തൊരു മഹലിൽ പണിയെടുക്കാൻ പറ്റുമോ? ചെറിയ പിഞ്ചോ മനമക്കൾക്ക് മദ്രസ ചൊല്ലിക്കൊടുക്കാൻ പറ്റുമോ? ആ ഉസ്താദിനൊരു സദസ്സിൽ കയറാൻ പറ്റുമോ? ഇല്ല. എന്തേ അതിന്റെ കാരണം? ഞാൻ ഈ തിന്മ മുഴുവനും ഇങ്ങനെ വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്തു. ഞാൻ അല്ലെ ഈ കൂട്ടത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഇത്തരം തിന്മകൾ ഞാൻ മെസ്സേജ് ഇത് ഫോർവേഡ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു പറയാൻ ധൈര്യമുള്ളവർ, ഞാൻ ചെയ്തിട്ടില്ല. എനിക്കുറച്ച് പറയാൻ പറ്റുമോ? ഞാൻ ഒരാൾക്ക് അത് അയച്ചു കൊടുത്തപ്പോ അയാൾ ഒരു 100 ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഈ തിന്മകൾ അയച്ചു കൊടുക്കുന്നതിന്റെ പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊരു നമീമത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ വളരെ ശക്തിയുക്തമായി എതിർത്തൊരു നമീമത്തിന്റെ ഭാഗമാ. ഇത് കാരണമായി വിഷമിക്കുന്ന ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും പെങ്ങളായിരുന്നെങ്കിലോ, ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി തെറ്റ് ചെയ്തൊരു വ്യക്തിയെ, വ്യഭിചാരം ചെയ്തവനെ അത് വ്യഭിചാരം തെറ്റാണ് എന്ന് വ്യഭിചരിച്ചുകൊണ്ടല്ലോ തിരുത്തേണ്ടത്. കള്ളു കുടിച്ചൊരു മനുഷ്യനെ കള്ളുകുടി എങ്ങനെയാണ് എന്ന് കാണിച്ചുകൊണ്ടല്ലോ തെറ്റുകൾ തിരുത്തേണ്ടത്. ഒരുപക്ഷെ അത് അറിയാത്ത രൂപത്തിൽ അവനെ തിരുത്താൻ പറ്റുമല്ലോ. ഞാനിത് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഇത്തരം നല്ല സദസ്സുകള് ഒരുപക്ഷെ വിശുദ്ധമായ റജബ് തിന്മകൾക്ക് വലിയ കടുപ്പം കൂടുന്ന മാസമാ.